കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഗ്രാമസ്നേഹി സ്പെഷ്യൽ റിപ്പോർട്ട് ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പലരും ബൂത്ത് മാറിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാത്തവരുമുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമെത്തും. വോട്ട് ഉറപ്പാക്കാൻ എങ്ങനെ അപേക്ഷ നൽകണമെന്ന് ഇവിടെ നമ്മൾ വിശദീകരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ voters.eci.gov.in എന്ന വെബ്സൈറ്റിലും കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ceo.kerala.gov.in എന്ന വെബ്സൈറ്റിലും ECI നെറ്റ്, വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നീ ആപ്പുകളും പരിശോധിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നതിന് 10 ദിവസം മുൻപ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. 18 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്കാണ് യോഗ്യത. അപേക്ഷിക്കുന്ന പോളിംഗ് പ്രദേശത്തെ താമസക്കാരാകണം. ഈ സന്ദേശം ഗ്രാമസേവകർ അവതരിപ്പിക്കുമ്പോൾ 18 വയസ്സുള്ള എല്ലാവരും ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടിക്കായി ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടലിൽ voters.eci.gov.in സൈനപ്പ് എന്ന ലിങ്കിൽ മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ച് ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് ഫോം 6 എന്ന ഓപ്ഷൻ വഴി അപേക്ഷിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ ആപ്പ് സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്ന് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് മൊബൈൽ ഡൗൺലോഡ് ചെയ്തും ഇതേ മാതൃകയിൽ ഫോം 6 വഴി അപേക്ഷിക്കാം. ഇവയ്ക്ക് പുറമെ അക്ഷയ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവ വഴിയും ഓൺലൈനായും അതത് ബൂത്ത് ലെവൽ ഓഫീസർമാരെ നേരിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾക്ക് രേഖകൾ സമർപ്പിക്കാം. വിലാസം തെളിയിക്കുന്ന രേഖസഹിതം ഓൺലൈനായി ഫോം 8 പൂരിപ്പിച്ച് അപേക്ഷിക്കണം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലും ECI നെറ്റ്, വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്ലിക്കേഷനിലും സ്വയം ഫോം 8 സമർപ്പിക്കാം. ഇവരെ സപ്ലിമെൻ്ററി വോട്ടർ പട്ടിക വരുമ്പോൾ അതത് ബൂത്തുകളിലേക്ക് മാറ്റും. അപേക്ഷ അംഗീകരിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വിവരം മെസ്സേജ് വഴി അറിയിക്കും. തിരിച്ചറിയൽ കാർഡ് തപാലിൽ അയക്കും. ഇലക്ട്രോണിക് എപ്പിക് കാർഡ് പോർട്ടൽ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാം. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് ഏതോ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചും നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാകും. നമ്മുടെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ വോട്ടർ പേര് ചേർക്കുന്ന സംരംഭത്തിൽ ഭാഗവാക്കാകണം. ഇത് ഗ്രാമസ്നേഹി സ്പെഷ്യൽ റിപ്പോർട്ട് മാത്രമല്ല, 18 വയസ്സ് തികഞ്ഞ നിങ്ങൾക്ക് വോട്ട് അവകാശത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ്. നിങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളും ഭാഗവാക്കാകുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു വോട്ട് സന്ദേശം നേർന്നുകൊണ്ട് ശുഭദിനം നേരുന്നു. താങ്ക് യു എവരിബഡി.